നമസ്തേ. രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുനമ്പം പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. നിലവിൽ നേരിടുന്ന പ്രശ്നം ഭാവിയിൽ നേരിടേണ്ടി വരില്ല. മുനമ്പം ജനതയ്ക്ക് ഭൂമി തിരികെ ലഭിക്കാതെ വിശ്രമമില്ലെന്നും ബഹുജന കൂട്ടായ്മ നന്ദി മോദി പരിപാടിയിൽ കേന്ദ്രമന്ത്രി. റോബർട്ട് വാദ്ര ED കുരുക്കിൽ. ഭൂമി ഇടപാടുകളിൽ EDക്ക് മുന്നിൽ ഹാജരായി. വാദ്രയെ മുൻപ് ചോദ്യം ചെയ്തത് 11 തവണ. ഓഹരി വിപണിയിൽ വൻ കുതിപ്പ്. സെൻസെക്സ് 1750 പോയിന്റും നിഫ്റ്റി 500 പോയിന്റും ഉയർന്നു. കരുത്തേകിയത് റിസർവ് ബാങ്ക് നിരക്ക് കുറച്ചതും പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമായതും. അമേരിക്ക നിർമ്മിക്കുന്ന പാട്രിയറ്റ് മിസൈലുകൾ യുക്രൈന് നൽകാനാവില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. 20 ഇരട്ടി ശേഷിയുള്ള രാജ്യവുമായി യുക്രൈൻ യുദ്ധത്തിന് ഒരുങ്ങിയത് തന്നെ അബദ്ധം. യുദ്ധത്തിന്റെ തീവ്രത കുറയ്ക്കാൻ ശ്രമിക്കാനേ തനിക്ക് കഴിയൂവെന്നും ട്രംപ്. വീണ്ടും വിഘടനവാദ നീക്കവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. സംസ്ഥാനത്തിന് സ്വയം ഭരണാവകാശം നേടുന്നതിന് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. ദേശീയതയ്ക്കെതിരായ നിലപാടെന്ന് BJP. മുനമ്പം പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. നിലവിൽ നേരിടുന്ന പ്രശ്നം ഭാവിയിൽ നേരിടേണ്ടി വരികയില്ല. മുനമ്പം ജനതയ്ക്ക് ഭൂമി തിരികെ ലഭിക്കാതെ വിശ്രമമില്ലെന്നും ബഹുജന കൂട്ടായ്മ നന്ദി മോദി പരിപാടിയിൽ കേന്ദ്രമന്ത്രി. ഈ വാർത്തയുടെ വിവരങ്ങളുമായി രേഷ്മ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രേഷ്മ, ഇന്ന് കേന്ദ്രമന്ത്രി മുനമ്പത്ത് സന്ദർശിച്ചിരിക്കുകയാണ്. വഖഫ് ബില്ല് പാസാക്കിയതിന് ശേഷം ആദ്യം കേന്ദ്രമന്ത്രിയുടെ സന്ദർശനമാണ്. എന്താണ് അദ്ദേഹം മുനമ്പം നിവാസികളോട് നൽകിയത്? അവർക്ക് നൽകിയ പ്രതീക്ഷയുടെ കാര്യം എന്താണ്? സമ്മേളനത്തിൽ ഏകദേശം 30 മിനിറ്റോളം അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം സംസാരിച്ചപ്പോൾ തന്നെ മുനമ്പത്തുകാർക്ക് മുനമ്പം നന്ദി മോദി പരിപാടിയിൽ മുനമ്പത്ത് നടക്കുന്ന നന്ദി മോദി പരിപാടിയിൽ കിരൺ റിജിജു സംസാരിച്ചതിൻ്റെ വിശദാംശങ്ങളാണ് അല്പസമയത്തിനകം നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇപ്പോൾ ആ പരിപാടി, അതായത് നന്ദി മോദി പരിപാടി അല്പസമയം മുമ്പാണ് അവസാനിച്ചത് എന്നാണ് വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്. ഈ നന്ദി മോദി പരിപാടിയിൽ കിരൺ റിജിജു സംസാരിക്കുകയും ഈ മുനമ്പം നിവാസികൾക്ക് ഭൂമി ലഭിക്കുന്നത് വരെ വിശ്രമമില്ലെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിനുള്ളത് എന്ന് വളരെ കൃത്യമായി പറയുകയും ചെയ്തു. നമുക്കറിയാവുന്നതാണ്, കേന്ദ്ര വഖഫ് നിയമത്തിൻ്റെ ഭേദഗതി വന്നതോടുകൂടി വിശാലമായ രീതിയിലുള്ള ഒരു നടപടിയാണ് ആവർത്തിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് അറിയാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ രേഷ്മ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രേഷ്മ, എന്താണ് അദ്ദേഹം മുനമ്പം നിവാസികൾക്ക് നൽകിയ വാഗ്ദാനം? എന്താണ് മുനമ്പം നിവാസികൾക്ക് പ്രതീക്ഷയായി നൽകുന്നൊരു കാര്യം കിരൺ റിജിജുവിൻ്റെ ഭാഗത്തു നിന്ന്? ോളമുള്ള ഒരു പ്രസംഗത്തിൽ ഉടനീളം മുനമ്പത്തുകാർക്ക് മാറുക എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു കിരൺ റിജിജു ഇവിടെ പ്രസംഗിച്ചത്. മാത്രമല്ല, കൃത്യമായിട്ട് മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന അവസാന ഘട്ടം വരെയും കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പും കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതായത്, നേരത്തെ തന്നെ ഇടതു വലത് മുന്നണികൾ ചില കുപ്രചരണങ്ങൾ നടത്തിയിരുന്നു. അതായത്, മുൻകാല പ്രാബല്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കില്ല എന്നുള്ള ഒരു പ്രചാരണമായിരുന്നു ഉടനീളം ഉണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ വെറും വാക്ക് മാത്രമാണെന്നും ഈ ചട്ടങ്ങൾ പരിഷ്കരിച്ചു കഴിഞ്ഞാൽ, അതായത് 3 ആഴ്ച സമയമാണ് നിലവിൽ മുനമ്പത്തുകാർക്ക് മുന്നിൽ അദ്ദേഹം വെച്ചിരിക്കുന്ന ഒരു കാലപരിധി, അതിനുള്ളിൽ തന്നെ ചട്ടങ്ങൾ പരിഷ്കരിച്ചുകൊണ്ട് ഏത് വിധത്തിൽ ഈ വഖഫ് ഭേദഗതി നിയമം മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്നും, അത് മാത്രവുമല്ല, നീതി കിട്ടും വരെ എല്ലാ തരത്തിലുമുള്ള പിന്തുണ
കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഈ ചട്ടം പരിഷ്കരിച്ചു കഴിഞ്ഞാൽ, അതായത് ചട്ടങ്ങൾ പരിഷ്കരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിന് ചില നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ നൽകും. ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ ഒരു സമ്മേളനം നടന്ന സമയത്ത് നന്ദി മോദി എന്നുള്ള ഒരു സഭയിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ ഹർഷാരവത്തോടുകൂടി തന്നെയാണ് മുനമ്പം ജനത ആ വാക്കുകളെ ശ്രവിച്ചതും സ്വീകരിച്ചതും. എന്തായാലും മുനമ്പത്തെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകും വരെ കേന്ദ്ര സർക്കാർ ഒപ്പം ഉണ്ടാകും. ഈ ചട്ടങ്ങൾ പരിഷ്കരിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിച്ചതിന് ശേഷം വീണ്ടും ഇവിടേക്ക് എത്തിച്ചേരുമെന്നുള്ള കാര്യം കൂടി മന്ത്രി ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം വന്ന സമയത്ത് തന്നെ ഈ ഒരു മത്സ്യബന്ധന മേഖലയുടെ പ്രതീകം എന്നുള്ള രീതിയിൽ തൊപ്പി ധരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മുനമ്പത്തെ സമരപന്തലിലേക്ക് ഈ തീരദേശ ജനത ആനയിച്ചത്. അതിനുശേഷം മാതാവിന്റെ തിരുസ്വരൂപം അദ്ദേഹത്തിന് സമർപ്പിക്കുകയും ചെയ്തു. എന്തായാലും അതീവ സന്തോഷത്തിൽ തന്നെയാണ് തങ്ങൾ ഉള്ളത് എന്നുള്ള ഒരു കാര്യം ഈ ഒരു പരിപാടിക്ക് ശേഷം മുനമ്പത്തിന്റെ സമരസമിതി നേതാക്കളും അതോടൊപ്പം തന്നെ ഫാദർ ആന്റണി സേവ്യർ അടക്കമുള്ള വ്യക്തികളും പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പ്രസംഗത്തിൽ ഉടനീളം മുനമ്പത്തെ പ്രശ്നത്തിന് ഏത് വിധത്തിൽ പരിഹാരം കണ്ടെത്താനായിട്ട് കേന്ദ്ര സർക്കാരിന് സാധിച്ചു, നിലവിൽ വഖഫ് ഭേദഗതി നിയമത്തിന്മേൽ നടക്കുന്ന കുപ്രചരണങ്ങൾ ഏതൊക്കെയാണ്, അതിനെ ഏത് വിധത്തിൽ തടയിടുന്നുണ്ട്, ഒപ്പം തന്നെ ഈ വഖഫ് ബോർഡിന്റെ അനിയന്ത്രിതമായിട്ടുള്ള അധികാരം അത് ഇല്ലാതാക്കാനായിട്ട് ഈ ഭേദഗതി നിയമത്തിലൂടെ സാധിച്ചു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഈ ഒരു ആശയ സംവാദത്തിലൂടെ അല്ലെങ്കിൽ ഈ ജനങ്ങളുടെ ഇടയിൽ അവരിലേക്ക് ഇറങ്ങിക്കൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ അറിയിക്കാൻ കേന്ദ്രമന്ത്രിക്ക് സാധിച്ചു. എന്തായാലും വളരെ വലിയൊരു ജനപിന്തുണ ഈ ഒരു അഭിനന്ദൻ സഭയ്ക്ക്, അതായത് നന്ദി മോദി അഥവാ താങ്ക് യു മോദി എന്നുള്ള ഒരു പരിപാടിക്ക് ഉണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. കാരണം നൂറുകണക്കിന് ആളുകളാണ് ഈ മുനമ്പം സമരം സ്ഥിതി ചെയ്യുന്ന വേളാങ്കണ്ണി പള്ളി അങ്കണത്തിലേക്ക് എത്തിയത്. ഈ ഒരു പള്ളി എന്ന് പറയുന്നത് വഖഫ് അധിനിവേശ വിരുദ്ധ സമരത്തിന് സാക്ഷിയായ ചരിത്രത്തിന്റെ താളുകളിൽ ഇടം പിടിക്കുന്ന ഒരിടമാണ്. അവിടെ തന്നെയാണ് സമരപന്തലും ഉള്ളത്. അതിന് തൊട്ടു ചേർന്ന് തന്നെ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാനായിട്ടുള്ള പന്തലും കെട്ടിയിരുന്നു. അത് ഈ ഒരു പള്ളി അങ്കണം നിറഞ്ഞു കവിഞ്ഞ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു കേന്ദ്രമന്ത്രി എത്തിയ സമയത്ത്. എന്തായാലും ബഹുജന കൂട്ടായ്മയായിരുന്നു. അതായത് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ഈ തീരദേശ പ്രദേശത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഈ ഒരു വഖഫ് ബോർഡിന്റെ അനിയന്ത്രിതമായിട്ടുള്ള അധികാരം വളരെ രീതിയിൽ ബുദ്ധിമുട്ടിച്ച സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ ഇവരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ട് കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ ശ്രവിച്ചു. ആ ഉറപ്പ് അവർ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവർ പിരിഞ്ഞത്. എന്തായാലും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞിട്ടുള്ളത് കേന്ദ്ര സർക്കാർ എല്ലാ കാലഘട്ടത്തിലും, അതായത് ഈ വഖഫ് ഭേദഗതി നിയമം അത് കൊണ്ടുവരാനായിട്ട് ആലോചിച്ച സമയം മുതൽ തന്നെ ഈ മുനമ്പത്തെ ജനങ്ങളുടെ ചിത്രം കേന്ദ്ര സർക്കാരിന്റെ മനസ്സിലുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ആ പ്രശ്നങ്ങളൊക്കെ തന്നെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഭേദഗതി നിയമം അത് പാസ്സാക്കിക്കൊണ്ട് നിയമം പ്രാബല്യത്തിൽ വന്നത്. എന്തായാലും ചട്ടങ്ങൾ പരിഷ്കരിക്കാനായിട്ട് അല്ലെങ്കിൽ ചട്ടങ്ങൾ ഉൾക്കൊള്ളിക്കാനായിട്ട് ഒരു 3 ആഴ്ച സമയം വേണ്ടിവരും. അതിനുശേഷം ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിലും എല്ലാ സാധ്യമായിട്ടുള്ള കാര്യങ്ങളും മുനമ്പത്തുകാർക്ക് വേണ്ടി ചെയ്യുമെന്നും കേന്ദ്രമന്ത്രി ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഐസൺ. ശരി രേഷ്മ. ഇന്ത്യൻ ഓഹരി വിപണിയിൽ വൻ കുതിപ്പ്. സെൻസെക്സ് 1750 പോയിന്റും നിഫ്റ്റി 500 പോയിന്റും ഉയർന്നു. റിസർവ് ബാങ്ക് 0.5% നിരക്ക് കുറച്ചതും പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമായതും ഉത്പാദന മേഖലയിൽ ഉണർവും ഇന്ത്യൻ വിപണിക്ക് കരുത്ത് നൽകി. മാത്രമല്ല അധിക താരിഫ് ഏർപ്പെടുത്തുന്നത് 90 ദിവസത്തേക്ക് നിർത്തിവെക്കാനുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുമാനം ആഗോള വിപണിയിലും പ്രതിഫലിച്ചിരുന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ പാതയിലാണ് ഇന്ത്യൻ ഓഹരി വിപണികൾ. 10 മാസത്തെ ഏറ്റവും വലിയ ഇടിവിൽ നിന്നും മറികടന്ന് വലിയ കുതിപ്പാണ് സെൻസസ് കാഴ്ചവെക്കുന്നത്. തുടർച്ചയായ 2ാം വ്യാപാര ദിനത്തിലും വിപണി നേട്ടമുണ്ടാക്കി. സെൻസസിലും നിഫ്റ്റിയിലും രാവിലെ മുതൽ മുന്നേറ്റം ദൃശ്യമായി. ടെലികോം, ധനകാര്യം, വ്യോമയാന കമ്പനികളുടെ ഓഹരികളാണ് നേട്ടമുണ്ടാക്കിയത്. തുടക്കത്തിൽ സെൻസസ് 1750 പോയിന്റുകളുടെ കുതിപ്പ് രേഖപ്പെടുത്തി 76,907-ലും നിഫ്റ്റി 540 പോയിന്റുകൾ ഉയർത്തി 23,308-ലും എത്തി. അടുത്ത ദിവസങ്ങളിൽ പുറത്തുവന്ന റെപ്പോ നിരക്കും പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമായതും ഉൽപാദന മേഖലയിലെ ഉണർവുമാണ് ഇന്ത്യൻ വിപണിയിൽ പ്രതിഫലിച്ചത്. അമേരിക്കയുടെ അധിക താരിഫ് പ്രഖ്യാപനവും ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പ്രതികരണവും കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗോള ഓഹരി വിപണികളെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. എന്നാൽ ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന അധിക താരിഫ് 90 ദിവസത്തേക്ക് മരവിപ്പിക്കാനുള്ള ട്രംപിന്റെ തീരുമാനം ആഗോള വിപണികളെ വീണ്ടും സജീവമാക്കി. US ഓഹരി വിപണിയിലാണ് ആദ്യ ഉണർവ് ദൃശ്യമായത്. പിന്നാലെ ജപ്പാൻ, ഹോങ്കോങ്, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ സൂചികകളിലും നേട്ടം ആവർത്തിച്ചു. ജപ്പാനിലെ നിക്കി 1.08% മുന്നേറിയത്. ബിസിനസ് ഡെസ്ക്, ജനം. കള്ളപ്പണ ഇടപാട് കേസിൽ പ്രിയങ്കയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് ഭദ്രയെ ചോദ്യം ചെയ്ത് ED.
2012 കാലയളവിൽ ഹരിയാനയിൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിലാണ് നടപടി. റോബർട്ട് വദ്രയെ നേരത്തെയും അന്വേഷണ ഏജൻസി വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തിരുന്നു. കള്ളപ്പണ ഇടപാട് കേസിലാണ് വയനാട് MP പ്രിയങ്കയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വദ്രയെ ഡൽഹി ഓഫീസിൽ വിളിച്ചുവരുത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. ഹരിയാനയിൽ ഗുഡ്ഗാവിൽ ഷിഖോപൂരിൽ റോബർട്ട് വദ്ര നടത്തിയ ഭൂമി കൈമാറ്റത്തിൽ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നുവെന്നാണ് അന്വേഷണ ഏജൻസിയുടെ നിഗമനം. കോൺഗ്രസ് ഭരണകാലത്ത് 2008 3 ഏക്കർ ഭൂമി വാദ്രയുടെ കമ്പനിയായ സ്കൈലൈറ്റ് 7.5 കോടി രൂപയ്ക്ക് വാങ്ങിയിരുന്നു. 2012 ഇതേ ഭൂമി DLFന് 58 കോടി രൂപയ്ക്ക് വിറ്റതായി കണ്ടെത്തി. ഏപ്രിൽ 8 ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യം സമൻസ് അയച്ചെങ്കിലും വാദ്ര ഹാജരായിരുന്നില്ല. തുടർന്നാണ് വീണ്ടും സമൻസ് അയച്ചത്. നേരത്തെ മറ്റൊരു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലും വാദ്രയെ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തിരുന്നു. കോൺഗ്രസ് ഭരണകാലത്ത് വാദ്ര നടത്തിയ ഇടപാടുകളിലെല്ലാം പ്രിയങ്കയ്ക്കും കോൺഗ്രസിനും പങ്കുണ്ടെന്നാണ് BJPയുടെ ആരോപണം. അതേസമയം ED നടപടി രാഷ്ട്രീയ പകപോക്കലാണെന്ന പതിവ് ന്യായീകരണമാണ് റോബർട്ട് വാദ്ര നടത്തിയത്. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചതിന് പിറകെ തന്നെ ലക്ഷ്യം വെക്കുകയാണെന്നും വാദ്ര പ്രതികരിച്ചു. सोच भी रहा हूँ राजनीति में आने के लिए, तो ये लोग दुरुपयोग करेंगे, एजेंसियों का इस्तेमाल करेंगे. केस में कुछ है ही नहीं यार. 20 साल थोड़ी ना लगेंगे कुछ जुड़ने के लिए. 15 बारी गया हूँ, 10 बारी बैठा हूँ और 10 घंटे बैठा हूँ और 23,000 डॉक्यूमेंट दिए हैं. ജനം, ഡൽഹി. ബംഗാൾ കലാപത്തിന് പിന്നിൽ SDPI. വഖഫ് ഭേദഗതി നിയമത്തിലൂടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് SDPIയുടെ പ്രചരണം നടത്തിയതായി പോലീസ്. ഇതേ തുടർന്നാണ് മുസ്ലിം വിഭാഗങ്ങൾ പ്രകോപിതരായതെന്നും പോലീസ് പറഞ്ഞു. വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ബംഗാളിൽ നടന്ന പ്രതിഷേധങ്ങൾ കലാപമായി മാറിയതിന് പിന്നിൽ SDPI എന്നാണ് ബംഗാൾ പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കലാപം ആസൂത്രിതമാണ്. മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനാണ് പുതിയ വഖഫ് നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് SDPI പ്രചരണം നടത്തിയിരുന്നു. കലാപത്തിൽ കൊല്ലപ്പെട്ട ഇജാസ് അഹമ്മദിന്റെ കുടുംബം പ്രദേശത്ത് SDPI പ്രകോപനപരമായ പ്രചരണം നടത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിരോധിത ഇസ്ലാമിക ഭീകര സംഘടന സിമിയുടെ ശക്തി കേന്ദ്രമായിരുന്നു മുൻപ് മുർഷിദാബാദ്. സിമി നിരോധിച്ചപ്പോൾ PFIയുടെ സ്വാധീന കേന്ദ്രമായി. 2022 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ PFIയെ നിരോധിച്ചതോടെ രാഷ്ട്രീയ മുഖമായ SDPI ആണ് ഇപ്പോൾ പ്രദേശത്ത് ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ജനം, ഡൽഹി. വഖഫ് ഭേദഗതിയുടെ പേരിൽ മതമൗലികവാദികളുടെ ആക്രമണം തുടരുന്ന മുർഷിദാബാദിൽ പൂർണ്ണ അധികാരത്തോടെ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി. അക്രമം നിയന്ത്രിക്കുന്നതിൽ മമതാ സർക്കാരും ബംഗാൾ പോലീസും പരാജയപ്പെട്ടതായും അദ്ദേഹം ആരോപിച്ചു. മമതയുടെ പോലീസ് തൃണമൂൽ സേനയായി മാറിയെന്നും സുവേന്ദു അധികാരി കുറ്റപ്പെടുത്തി. ममता बनर्जी का पुलिस जो CMC का कैडर बन गया है ना, उसका ऊपर किया है ये लोग नहीं, स्पेशल कमिटी. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസിന് കുരുക്കുമുറുകുന്നു. കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയ, പ്രതിപക്ഷ നേതാവ് രാഹുൽ എന്നിവർക്കെതിരെ ED കുറ്റപത്രം സമർപ്പിച്ചു. കേസ് ഈ മാസം 25-ന് പരിഗണിക്കും. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു ചേരുന്നുണ്ട്. ജിഷ്ണു, എന്താണ് ഈ കേസിൻ്റെ ചാർജ് ഷീറ്റിൻ്റെ വിശദാംശങ്ങൾ? ഏത് രീതിയിലുള്ള കുറ്റപത്രത്തിൻ്റെ കൃത്യതയാണ്, എന്തെങ്കിലും കൃത്യമായ അംശങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? എന്താണ് തുടർ നടപടികളുടെ ഭാഗമായി നടക്കുക? ഐസൻ, നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ സ്വത്തുക്കൾ ഏറ്റെടുത്തതിലെ കള്ളപ്പണ ഇടപാട് കേസിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെ പ്രതി ചേർത്തുകൊണ്ട് പ്രതികളാക്കിക്കൊണ്ടും അതിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിൽ കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷ സോണിയ 1-ാം പ്രതിയും നിലവിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ 2-ാം പ്രതിയുമായിട്ടാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. സാംപിത് റോദ, ദുബെ തുടങ്ങി മറ്റ് കോൺഗ്രസ് നേതാക്കളെയും പ്രതിപട്ടികയിൽ പേര് പരാമർശിച്ചിട്ടുണ്ട്. യങ് ഇന്ത്യ കമ്പനിയിലൂടെ നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ സ്വത്തുക്കൾ ഏറ്റെടുത്തതിലൂടെ രാഹുലും സോണിയയും ഉൾപ്പെടെ കള്ളപ്പണ ഇടപാടുകളുടെ ഭാഗമായി എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഭൂമിയും കെട്ടിടവും ഉൾപ്പെടെ 2000-ലധികം കോടി രൂപയുടെ സ്വത്തുക്കളാണ്
സോണിയയും രാഹുലും ഡയറക്ടർമാരായിട്ടുള്ള യങ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തിട്ടുള്ളത്. യങ് ഇന്ത്യ കമ്പനി അന്ന് 5 ലക്ഷം രൂപ മാത്രം മൂലധനം ഉണ്ടായിരുന്ന കമ്പനി എങ്ങനെയാണ് 2000-ലധികം കോടി രൂപ വില വരുന്ന സ്വത്തുക്കൾ, ഭൂമി ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ ഏറ്റെടുത്തത് എന്ന വിവരങ്ങളും അതിന്റെ ക്രമക്കേടുകളും 2013-ലാണ് പുറത്തു വരുന്നത്. പിന്നീട് കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള പരാതികൾ എത്തിയിരുന്നു. സുബ്രഹ്മണ്യ സ്വാമിയാണ് ഡൽഹിയിൽ കോടതിയിൽ പരാതി നൽകിയത്. പിന്നീട് അന്വേഷണ ഏജൻസികളുടെ നടപടികളുണ്ടായി. 2021-ലാണ് ഈ സ്വത്ത് ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് നടന്നു എന്ന് ചൂണ്ടിക്കാട്ടുകയും അത് തെളിയുകയും ചെയ്ത പശ്ചാത്തലത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് അന്വേഷണം ആരംഭിക്കുന്നത്. 2022-ൽ സോണിയയെയും രാഹുലിനെയും തുടർച്ചയായി അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തിരുന്നു. മല്ലികാർജ്ജുന ഖാർഗെ, സാംപിത് റോദ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളെയും പ്രതി ചേർത്തു. അന്വേഷണ ഏജൻസി അതിന്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുമ്പോൾ, ഡൽഹി റോസോവിനി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രം പരിശോധിക്കുമ്പോൾ ഈ കേസിൽ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിലേക്കാണ് കുരുക്ക് നീളുന്നത്. സോണിയ 1-ാം പ്രതിയായിട്ടും രാഹുൽ 2-ാം പ്രതിയായിട്ടുമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. കേസ് ഈ മാസം 25-ന് റോസോവിനി കോടതി പരിഗണിക്കും. കോടതിയിൽ വിചാരണയ്ക്കിടെ, വാദത്തിനിടെയും മറ്റെന്തെല്ലാം കാര്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ ബോധിപ്പിക്കുമെന്നുള്ളതും കേസിന്റെ വാദത്തിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തായിരിക്കും എന്നുള്ളതും കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകമായിരിക്കും. ഭരണത്തിലിരുന്ന കാലത്ത്, അധികാരത്തിലിരുന്ന കാലത്ത് നടത്തിയിട്ടുള്ള കള്ളപ്പണ ഇടപാടുകൾ, വഴിവിട്ട ഇടപാടുകൾ, അനധികൃത സ്വത്ത് സമ്പാദനം തുടങ്ങിയ കേസുകളുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലവിൽ അന്വേഷണ ഏജൻസി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നു. നിലവിൽ കോൺഗ്രസ് നേതാവ് ഒപ്പം വയനാട് എംപിയുമായിട്ടുള്ള പ്രിയങ്കയുടെ ഭർത്താവും വ്യവസായിയുമായിട്ടുള്ള റോബർട്ട് വദ്രയ്ക്കെതിരെ അന്വേഷണ ഏജൻസി നടപടി കടുപ്പിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ നാഷണൽ ഹെറാൾഡ് കള്ളപ്പണ കേസിൽ സോണിയെ 1-ാം പ്രതിയായിട്ടും രാഹുലിനെ 2-ാം പ്രതിയായിട്ടും ഡൽഹി റോസോവിനി കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ശരി ജിഷ്ണു. മെഹുൽ ചോക്സിയെ ഭാരതത്തിലെത്തിക്കാൻ നടപടികൾ ശക്തമാക്കി കേന്ദ്ര സർക്കാർ. ചോക്സിക്ക് ജാമ്യം നൽകുന്നത് ഭാരതം ശക്തമായി എതിർക്കും. കുറ്റവാളികളെ കൈമാറാനുള്ള ധാരണ ഭാരതവും ബെൽജിയവും തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. അതേസമയം രക്താർബുദ ബാധിതനായ തനിക്ക് യാത്ര ചെയ്യാനാവില്ല എന്നാണ് ചോക്സി കോടതിയിൽ വാദിക്കുന്നത്. ഇന്നലെയാണ് മെഹുൽ ചോക്സി അറസ്റ്റിലായത്. ബെൽജിയം പോലീസാണ് ഇന്റർപോളിന്റെ നിർദ്ദേശപ്രകാരം ഇയാളെ പിടികൂടുന്നത്. കോടതിയിൽ ഹാജരാക്കിയ വേളയിൽ ഭാരതം ചോക്സിയെ വിട്ടുകിട്ടാനുള്ള രേഖകൾ സമർപ്പിച്ചു. 13,500 കോടി രൂപയുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനാണ് വജ്രവ്യാപാരിയായ ചോക്സി. 2018 മെയ് മാസത്തിൽ ഇയാളെ പിടികൂടാൻ മുംബൈയിലെ കോടതി ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്ന് കടന്ന ഇയാൾ ആന്റിഗ്വ പൗരത്വം നേടുകയും ചെയ്തു. ചികിത്സയ്ക്കായി സ്വിറ്റ്സർലൻഡിലേക്ക് പോകാനിരിക്കെയാണ് ബെൽജിയം പോലീസ് ഇയാളെ പിടികൂടുന്നത്. രക്താർബുദ ബാധിതനായ തന്നെ ഭാരതത്തിന് വിട്ടുകൊടുക്കരുത് എന്നാണ് ജാമ്യാപേക്ഷയിൽ ഇയാൾ വാദിക്കുന്നത്. ജാമ്യാപേക്ഷയെ ഭാരതം കൃത്യമായി എതിർക്കും. CBIയും EDയും ചോക്സിക്കെതിരെ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. 2020 മുതൽ ബെൽജിയം ഭാരതവുമായി കുറ്റവാളികളെ കൈമാറാനുള്ള കരാർ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഇയാളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കൃത്യമായ ചികിത്സ ഉറപ്പാക്കാൻ ഭാരതത്തിൽ അവസരമുണ്ടെന്നും CBIയും EDയും വാദിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ ഹുസൈൻ റാണയുടെ മലയാളി ബന്ധങ്ങൾ തേടി NIA സംഘം കൊച്ചിയിലേക്ക്. റാണയെ തെളിവെടുപ്പിന് എത്തിക്കുന്നതിന് മുൻപ് പ്രത്യേക NIA സംഘമെത്തി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും. 2008 നവംബറിലെത്തിയ തഹാവൂർ റാണ കൂടുതലും തങ്ങിയത് കൊച്ചിയിലായിരുന്നു. റാണയുടെ ദുരൂഹ സന്ദർശനങ്ങൾ നടന്ന വൻ നഗരങ്ങളിലെ NIA യൂണിറ്റുകളിലെ ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഭീകരവാദ റിക്രൂട്ടിങ്ങിനായി രാജ്യത്തെ വൻ നഗരങ്ങളിലെല്ലാം എത്തിയതായി വിവരം ലഭിച്ച പാക് വംശജനായ തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്നത് തുടരുമ്പോൾ റാണയുടെ മലയാളി ബന്ധങ്ങളും പുറത്തുവരികയാണ്. കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഡൽഹിയിൽ NIA കേന്ദ്രത്തിൽ നടത്തുന്ന വിശദമായ ചോദ്യം ചെയ്യലിൽ വെളിപ്പെട്ടിട്ടുണ്ട്. തഹാവൂർ ഹുസൈൻ റാണ കൊച്ചിയിലെത്തിയത് മുംബൈ സ്ഫോടനം നടക്കുന്നതിന്റെ 10 ദിവസം മുൻപാണ്. വിദേശ റിക്രൂട്ടിങ്ങിന്റെ പേരിലാണ് കൊച്ചിയിൽ തങ്ങിയതെങ്കിലും നിരവധി ദുരൂഹ കൂടിക്കാഴ്ചകൾ റാണ നടത്തിയിട്ടുണ്ട്. തഹാവൂർ റാണയുടെ പശ്ചാത്തലം അറിഞ്ഞു തന്നെ എല്ലാ സഹായങ്ങളും നൽകിയ ചിലർ കൊച്ചിയിലുണ്ട്. 13 നമ്പറുകളിലേക്ക് വിളിച്ചിട്ടുമുണ്ട്. ഇതിലൊരാളെ കൊച്ചിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് ഡൽഹിയിൽ എത്തിച്ചതായാണ് സൂചനയെങ്കിലും NIA വൃത്തങ്ങൾ ഇത് സ്വീകരിക്കുന്നില്ല. 18 ദിവസത്തെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് റാണയെ തെളിവെടുപ്പിനായി കേരളത്തിലേക്ക് എത്തിച്ചേക്കും. എന്നാൽ ഇതിനു മുൻപ് റാണയിൽ നിന്നും കസ്റ്റഡിയിലുള്ള മറ്റു ചിലരിൽ നിന്നും ലഭിച്ച മൊഴികളിൽ കൂടുതൽ സ്ഥിരീകരണത്തിനും നിരീക്ഷണങ്ങൾക്കുമായി മലയാളി ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട NIA സംഘം കൊച്ചിയിലെത്തും. ഏതാനും പേരെ NIA നിരീക്ഷണത്തിലുമാക്കിയിട്ടുണ്ട്. നിലവിൽ കൊച്ചി യൂണിറ്റ് നേരിട്ട് അന്വേഷണ സംഘങ്ങളിലില്ല. ഡൽഹി യൂണിറ്റ് നേരിട്ടാണ് അന്വേഷണം. ലഷ്കർ-ഇ-തൊയ്ബയിലേക്കുള്ള റിക്രൂട്ട്മെന്റുകളായിരുന്നു തഹാവൂർ ഹുസൈൻ റാണയുടെ ലക്ഷ്യമെന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജനം, കൊച്ചി.
വിഘടനവാദ നീക്കവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സംസ്ഥാനത്തിന് സ്വയം ഭരണാവകാശം നേടുന്നതിന് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. വിഷയത്തിൽ നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി ഉന്നതതല സമിതിക്ക് രൂപം നൽകി. അതേസമയം പ്രമേയം ദേശീയതയ്ക്കെതിരാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രൻ പ്രതികരിച്ചു. രാജ്യത്തിന്റെ അഖണ്ഡതയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് തമിഴ്നാടിന് സ്വയം ഭരണാവകാശം പ്രഖ്യാപിക്കാനുള്ള നടപടികളുമായി മുഖ്യമന്ത്രി MK സ്റ്റാലിൻ മുൻപോട്ടു പോകുന്നത്. ഇത് സംബന്ധിച്ച് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച സർക്കാർ സ്വയം ഭരണാവകാശത്തിന് വ്യവസ്ഥകളും നിർദ്ദേശങ്ങളും നൽകുന്നതിന് ഉന്നതതല സമിതിയെ രൂപീകരിച്ചു. സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ അധ്യക്ഷതയിലുള്ള സമിതി 2026 ജനുവരിക്ക് മുൻപായി പ്രാഥമിക റിപ്പോർട്ട് നൽകും. സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാനാണ് പോരാട്ടമെന്നും സമിതിയുടെ ശുപാർശകൾ നടപ്പാക്കുമെന്നും സ്റ്റാലിൻ വ്യക്തമാക്കി. ஒற்றுமை என்னும் அடிப்படையில் பறந்து விரிந்த இந்திய திருநாட்டின் அனைத்து மாநிலங்கள் உரிமைகளை காத்திடவே நாம் இன்று இந்த முயற்சியை முன்னெடுத்திருக்கின்றோம். நம் தாய் தமிழ் மொழியை காத்திடும் முயற்சிகளில் ஈடுபடுவதெல்லாம் இந்தியாவின் பல பகுதிகளில் தம் இயல்பை இழந்து கொண்டிருக்கும் பிற மொழிகள் குறித்தும் அழிந்து கொண்டிருக்கும் பழங்குடியினரின் மொழிகள் குறித்தும் நாம் கவலை கொள்கிறோம் என்பதுதான் உண்மை. എന്നാൽ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയും ഗവർണറുടെ പ്രവർത്തനങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് സ്വയം ഭരണാവകാശം പ്രഖ്യാപിക്കാനുള്ള നീക്കം. അതേസമയം സ്റ്റാലിന്റെ നടപടി രാജ്യത്തിന്റെ ദേശീയതയ്ക്കും അഖണ്ഡതയ്ക്കും എതിരാണെന്ന് പ്രമേയത്തെ എതിർത്തുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷനും BJP നിയമസഭാ കക്ഷി നേതാവുമായ നയനാർ നാഗേന്ദ്രൻ വ്യക്തമാക്കി. கல்வி மாநில பட்டியலில் இருந்ததை அதை பொதுப்பட்டியலுக்கு மாற்றினதே காங்கிரஸ் கட்சி அன்னைக்கு இருந்த இந்திரா காந்தி அம்மையார். அதில் யாருக்கும் உங்களுக்கும் சந்தேகம் இருக்காது. பிறகு இப்போ மாநில பட்டியலுக்கு வேணும் அப்படின்னு கேட்குறாங்க. கலைஞர் முதலமைச்சராக இருக்கும்போது கவர்னருக்கு அதிக அதிகாரம் வேண்டும் சொல்லி ஒரு தீர்மானமே கொண்டு வந்தாங்க. இப்போ இவங்க முதலமைச்சராக வந்த பிறகு எனக்கு தான் அதிக அதிகாரம் வேணும், கவர்னருக்கு வேண்டாம் அப்படிங்கிறாங்க. ஆக மாறுபட்ட ஒரு எண்ணங்கள் செயல்கள் தான். மக்களுடைய நலன் இதில் எதுவுமே இல்லை. ഭാഷ, വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും കേന്ദ്രപരിധിയിലുള്ള വിഷയങ്ങളിലും സംസ്ഥാനത്തിന് അധികാരം നേടാനുള്ള സ്റ്റാലിന്റെ ശ്രമം പരിഹാസ്യമാണെന്നും അനാവശ്യ പ്രാദേശികവാദം ഉന്നയിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് സ്റ്റാലിൻ ശ്രമിക്കുന്നതെന്നും BJP വിമർശിച്ചു. ജനം, ഡൽഹി. ടിബറ്റൻ ജനതയ്ക്ക് നേരെ ചൈന നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടരുകയാണ്. ഫോണും ഇന്റർനെറ്റും ഉപയോഗിച്ചതിന്റെ പേരിൽ മാത്രം ചൈനയിലെ പോലീസ് അറസ്റ്റ് ചെയ്തത് 60-ലധികം ടിബറ്റൻ പൗരന്മാരെയാണ്. 2021 മുതലുള്ള കണക്കാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പുറത്തുവിട്ടത്. ടിബറ്റൻ ജനതയ്ക്ക് നേരെ ചൈന നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടരുകയാണ്. ഫോണും ഇന്റർനെറ്റും ഉപയോഗിച്ചതിന്റെ പേരിൽ മാത്രം ചൈനയിലെ പോലീസ് അറസ്റ്റ് ചെയ്തത് 60-ലധികം ടിബറ്റൻ പൗരന്മാരെയാണ്. 2021 മുതലുള്ള കണക്കാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പുറത്തുവിട്ടത്. ഫോൺ പോലും സമാധാനമായി ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ. രാജ്യത്തിന് പുറത്തുള്ള പ്രിയപ്പെട്ടവരെ ഒന്ന് വിളിച്ചാൽ അപ്പോൾ വരും ചൈനയുടെ പോലീസ്. രസകരമായ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ വിലങ്ങ് വീഴും. മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചാണ് അതീവ ഗുരുതരമായ ഈ വിവരങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നത്. ടിബറ്റൻ പൗരന്മാരെ ലക്ഷ്യമിട്ട് ചൈന നടത്തുന്ന ഈ വേട്ടയാടൽ ഒളിവിലുള്ള ടിബറ്റൻ മാധ്യമ പ്രവർത്തകൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. മതപരമായ കാര്യങ്ങൾ ഫോണിൽ സൂക്ഷിച്ച കുറ്റത്തിനാണ് കൂടുതൽ പേരും അറസ്റ്റിലാകുന്നത്. സർക്കാർ അംഗീകരിക്കാത്ത മതകാര്യങ്ങൾ ഓൺലൈനിൽ പങ്കുവയ്ക്കുന്നത് 2022 ചൈന വിലക്കിയിരുന്നു. ഈ നിബന്ധന മറയാക്കിയാണ് അറസ്റ്റുകളിൽ അധികവും നടന്നത്. മുതിർന്ന ബുദ്ധ സന്യാസിമാർക്ക് ജന്മദിന ആശംസ അറിയിക്കാൻ WeChatൽ അനുമതിയില്ലാതെ ഗ്രൂപ്പ് തുടങ്ങിയതിന് പോലും ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. 2021 ടിബറ്റൻ മേഖലയിൽ വ്യാപക പരിശോധന നടത്തിയ ചൈനയുടെ പോലീസ് ഫോണുകൾ പിടിച്ചെടുക്കുകയും നിരവധി പേരെ അറസ്റ്റിലെടുക്കുകയും ചെയ്തിരുന്നു. ഫോണുകളിലൂടെ രാഷ്ട്രീയ പ്രബോധനം നടത്തുന്നുവെന്നായിരുന്നു കുറ്റം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. രാജ്യാന്തരം സമാപിക്കുന്നു. ഇനി നാളെ കാണാം. നമസ്തേ.